ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിനെ കുറിച്ച് കംപ്ലീറ്റ് പഠിക്കാൻ പറ്റുന്ന യൂട്യൂബ് സീരീസിന്റെ 5ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ വീഡിയോയും ഈ മുഴുവൻ ലേണിംഗ് സീരീസിന് ഒരു പ്ലേലിസ്റ്റ് ആക്കി മുഴുവൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോയും അതിന്റെ ഓർഡറിൽ തന്നെ കാണുക, അപ്ഡേറ്റ് ആയിരിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയാണ് ഈ ഡീസെൻട്രലൈസ്ഡ് കീ കാറ്റഗറീസ്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡെഫിയിൽ വരുന്ന സമയത്ത് ലോട്ടറി എങ്ങനെ മാറുന്നത്, നമ്മൾ ഒരു തവണ എൻട്രി എടുത്ത് കാലാകാലം എങ്ങനെ വിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. എന്നാൽ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ 6 കീ കാറ്റഗറീസിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ 9 എണ്ണത്തിൽ 3 എണ്ണം റിമൈനിങ് ആണ്. ടോട്ടൽ അപ്പോൾ 6 + 3 9 കീ കാറ്റഗറീസ് നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി വരുന്ന 3 കീ കാറ്റഗറീസും അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോകളിൽ പഠിച്ച 6 കീ കാറ്റഗറീസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെഫി ഏതൊക്കെ സെക്ടേഴ്സിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും, ഡെഫി എന്ന് പറയുമ്പോൾ ഡെഫിയുടെ അകത്ത് വരുന്ന ടോക്കൺസ് മാത്രമല്ല, മറിച്ച് എല്ലാ കാര്യത്തിലും ഈ ഡെഫി ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ കീ കാറ്റഗറി എന്ന് പറയുന്നത്, ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് 3 കീ കാറ്റഗറി ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യത്തെ പേയ്മെന്റ്, രണ്ടാമത്തെ ഇൻഷുറൻസ്, അതുപോലെ തന്നെ മൂന്നാമത്തത് ഗവർണൻസ്. അപ്പൊ ഈ 3 കീ കാറ്റഗറി പഠിക്കുന്ന സമയത്ത് തന്നെ എന്തൊക്കെയാണ് ഈ ടോട്ടൽ ഡെഫിയുടെ കീ കാറ്റഗറി എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഒരു അറിവ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക്, സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും തന്നെയാണ് എന്റെ പ്രതീക്ഷ. അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനകത്തേക്ക് വാട്സപ്പിന്റെ ലിങ്ക് കാണാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എയർ ഡ്രോപ്സിന്റെ ഡീറ്റെയിൽസ്, പുതിയ പ്രൊജക്ഷന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റാത്ത ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിന്റെ അകത്ത് വോയിസോട് കൂടി ചോദിക്കാൻ പറ്റും. ആ കാര്യങ്ങൾക്ക് വോയിസോട് തന്നെ ഞാൻ മറുപടി തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വാട്സാപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല പ്രൈവസി ഡീറ്റെയിൽ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ താഴെ ഡിസ്കൗണ്ടിന്റെ ലിങ്ക് കൂടിയിട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ടിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. ഡിസ്കൗണ്ടിനകത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഡൗട്ട്സ് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ലാസ്റ്റത്തെ 3 കീ കാറ്റഗറീസ്. ആദ്യത്തെ കീ കാറ്റഗറി എന്ന് പറയുന്നത് പേയ്മെന്റ് ആണ്. പൊതുവെ ഡെഫിയുടെ അകത്ത് ആൾക്കാർ പേയ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറ്. കാരണം പേയ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, ഡേ ടു ഡേ ലൈഫിന്റെ കേസിൽ വരുന്ന സമയത്താണ് ഈ പേയ്മെന്റിന് ഒരുപാട് കാര്യങ്ങൾ വരുന്നത്. ട്രഡീഷണൽ ഫൈനാൻസിനകത്താണ് ഇപ്പോൾ നിലവിലെ പേയ്മെന്റ്സ് വരുന്നത്. ഇപ്പൊ നമുക്കറിയാം ജൂപ്പിറ്റർ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആപ്പ്, ഇപ്പൊ UPI പോലത്തെ കാര്യങ്ങൾക്ക്, ഗൂഗിൾ പേ, അവർക്ക് പേയ്മെന്റ് എന്നുള്ള സംഭവമാണ്. പക്ഷെ അത് വെബ്റ്റ്യൂബിന്റെ അകത്താണുള്ളത്. UPI കേസൊക്കെ വരുന്നത് പേയ്മെന്റ് അകത്താണ്. അപ്പൊ ഈ ഡെഫിയുടെ അകത്ത് വരുന്ന പേയ്മെന്റ് വരുമ്പോൾ ചില പ്രൊജക്ട്സേ ഉള്ളൂ. ആക്ച്വലി ഒന്നാമത്തെ റീസൺ, മെയിൻലി ആരും ഡെഫിയെ പേയ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ബോർഡർ ടു അതായത് ആൾക്കാർ ഇപ്പൊ ക്രിപ്റ്റോയെ പേയ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിക്ക് സെൻഡ് ചെയ്യാൻ മാത്രം വേണ്ടി എന്നുള്ള കേസ് മാത്രമല്ല ഒരു പേയ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് വരുന്നത്. പേയ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് സേവിങ്, അതുപോലെ തന്നെ നമുക്ക് സേവിങ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഒരു വാലറ്റിനകത്ത് ഫണ്ട് വെച്ചാൽ അത് സേവിങ്ങുമായി. അപ്പൊ മെയിൻലി ഡെഫിയുടെ കേസിൽ ഇപ്പൊ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ എനിക്ക് 2 മക്കളാണെന്ന് വിചാരിച്ചു. 2 പേർക്കും മാസം ഒരു അല്ലെങ്കിൽ ഡെയിലി $10 വെച്ച് കൊടുക്കണം. സോ 30 ദിവസത്തേക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യും. ആ കോൺട്രാക്ടിനകത്തേക്ക് ഞാൻ $300 നിക്ഷേപിക്കാം, അല്ലെങ്കിൽ $600 നിക്ഷേപിക്കുകയാണ്. അപ്പൊ 2 പേർക്കും ഒരു ദിവസം $10 വെച്ച് കൊടുക്കണം. അപ്പൊ ആ സ്മാർട്ട് കോൺട്രാക്ടിനകത്തേക്ക് ഞാൻ കോഡ് ചെയ്ത് നോക്കുകയാണ്. ഒരു ദിവസം ആകുന്ന സമയത്ത് അത് ആ 2 വാലറ്റിലോട്ട് എന്ത് ചെയ്യാം, $10 എന്ത് ചെയ്യാം, സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ കോൺട്രാക്ടിനകത്ത് നിന്ന് ഞാൻ കോൺട്രാക്ടിനകത്തേക്ക് ഫണ്ട് മാത്രം ഇട്ടാൽ മതി. ഇപ്പൊ ഒരു മാസം അവസാനം എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, $600 എടുത്ത് ആ കോൺട്രാക്ടിനകത്തേക്ക് ഇടും. അപ്പൊ അടുത്ത മാസം വരെ എന്ത് ചെയ്യും, ആ കോൺട്രാക്ടിൽ നിന്ന് $10 2 കുട്ടികൾക്ക് കൊടുത്തോണ്ടിരിക്കും. എന്റെ കയ്യിൽ പൈസ തീർന്നതിന് പേടി വേണ്ട, അവർക്ക് എന്തായാലും കിട്ടും ചെയ്യും. അവരാണെങ്കിൽ ഒറ്റയടിക്ക് $600 തീർക്കത്തൂല. ഏകദേശം എല്ലാം സെറ്റിൽ ആയില്ലേ. ഇതുപോലത്തെ പേയ്മെന്റ് കാറ്റഗറീസ് ആണ് നമ്മൾ ഡെഫിയുടെ അകത്ത് പറയുന്നത്. പക്ഷെ ആൾക്കാർ ഡെഫിയുടെ അകത്ത് ഇതുപോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യത്തില്ല. മെയിൻലി എന്തുകൊണ്ടാ, ആരെങ്കിലും മക്കൾക്ക് ക്രിപ്റ്റോ ആയിട്ട് പൈസ കൊടുക്കും ചെലവിന് ഇല്ല. ഇപ്പൊ നിലവിൽ നമ്മൾ ട്രഡീഷണൽ ഫൈനാൻസ് തന്നെയാണ് അതുപോലത്തെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷെ ക്രിപ്റ്റോ മെയിൻ സ്ട്രീം അഡാപ്റ്റേഷൻ വന്ന ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വരാം, ഭാവിയിൽ ഇതുപോലത്തെ പുതിയ പ്രൊജക്ട്സ് ഒക്കെ വരാം. പക്ഷെ ഇപ്പൊ നിലവിൽ അങ്ങനെ വലിയ പ്രൊജക്ട്സ് ഒന്നും ഇല്ല. കാസ്ത പോലത്തെ 2-3 ആപ്സ് ഉണ്ട്. പക്ഷെ അത് കാസ്ത എന്ന് പറയുമ്പോൾ ഒരു ഓവർ ഹൈപ്ഡ്, സെൻട്രലൈസ്ഡ് ആൻഡ് സെമി ഡീസെൻട്രലൈസ്ഡ് കാര്യങ്ങളാണ്. അത് വലുതായിട്ട് ഇപ്പൊ അങ്ങനെ ഒരുപാട് യൂസ് കേസ് ഒന്നുമില്ല, ചെറിയ യൂസ് കേസുകൾ അതിനകത്തേ ഉള്ളൂ. അതിനകത്ത് കംപ്ലീറ്റ്ലി വന്നിട്ടില്ല. അതിനകത്ത് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് പോലും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ബീറ്റ വേർഷൻ ആണെന്ന് തോന്നുന്നു, പ്രൈവറ്റ് ടെസ്റ്റിംഗ് ആണ്, അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കംപ്ലീറ്റ്ലി ഡീറ്റെയിൽസ് ഒന്നും ഇല്ല അതിനെ കുറിച്ചിട്ട്. സോ പേയ്മെന്റിനെ കുറിച്ച് ഡെഫിയുടെ അകത്തുള്ള പേയ്മെന്റ് ഇത്രയേ ഉള്ളൂ. അടുത്ത കീ കാറ്റഗറി ആണ്, അല്ലെങ്കിൽ 8ാമത്തെ കീ കാറ്റഗറിയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ്. നമുക്ക് ബൈക്കിന്, വീടിന്, നമുക്കും അടുക്കെടുക്കുന്ന ഒരു സംഭവമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്.
ഈ റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഫാമേഴ്സിന്റെ കേസാണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നെങ്കിൽ ഫാമേഴ്സ് കൃഷി നടും, എന്നിട്ട് അവർ ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുറൻസ് എടുക്കും. മഴ വന്ന് ക്രോപ്പ് നശിച്ചാൽ അവർക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് ഫണ്ട് കിട്ടും. അഥവാ മഴ വന്ന് ക്രോപ്പുകൾ നശിച്ചില്ലെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? ഈ വിളവിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അവർക്ക് കിട്ടും. സോ അവർക്ക് എന്താണ് ഒരു റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ആണ്. സോ അവർ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അവർ ചെറിയ എമൗണ്ട് കൊടുക്കണം, ഓക്കെയാണ്. ബട്ട് അതൊരു റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി ആണ് സംഭവം. അപ്പൊ ഈ ഡെഫിയുടെ അകത്ത് ഈ ഇൻഷുറൻസ് വരുന്ന സമയത്ത് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്? ഇപ്പൊ ഡെഫിയുടെ അകത്ത് ചില പ്രൊഡക്ട്സ് ഉണ്ട്, അതിൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. നമുക്കറിയാം പൊതുവേ നമ്മൾ ഓരോ ഏർണിങ് ചെയ്യുന്ന സമയത്ത്, അതായത് ഈൽഡ് ഫാമിങ്ങോ അല്ലെങ്കിൽ ഈൽഡ് ഫാമിംഗ് ചെയ്യുന്ന സമയത്തോ, നോർമലി അതായത് ക്രിപ്റ്റോയുടെ അകത്ത് നമ്മൾ ഈൽഡ് ഫാമിംഗ് ഇൻട്രസ്റ്റ് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റേക്ക് ചെയ്യുന്ന സമയത്തോ നമ്മൾ മെയിൻലി എന്താണ് ആ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഹാക്ക് ആയി പോയാൽ നമ്മൾ മൊത്തം ഫണ്ട് പോകുന്നുള്ള ഒരു പേടി ഉണ്ടാവും. അപ്പൊ ഈ സ്മാർട്ട് കോൺട്രാക്ടിന് നമ്മൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ഇപ്പൊ ആങ്കർ പ്രോട്ടോകോൾ പോലത്തെ ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഏൺ ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അപ്പോ ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഥവാ സ്മാർട്ട് കോൺട്രാക്ട് ഹാക്ക് ആയി പോയാൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഫണ്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് നമ്മുടെ ടോട്ടൽ എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും, ഈൽഡ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ എമൗണ്ട് ലോക്ക് ചെയ്തത് നമുക്ക് കിട്ടും. എനിവേ വിൻ വിൻ സിറ്റുവേഷൻ പോലെയാണ്. ആക്ച്വലി ചെറിയ ലോസ് ഉണ്ട്, ഓക്കെ, കാരണം ഇൻഷുറൻസ് കമ്പനിക്ക് നമുക്ക് കൊടുക്കാം. പണ്ട് USDയുടെ കേസിൽ അങ്ങനെ ആങ്കർ പ്രോട്ടോകോളിന്റെ ഇൻഷുറൻസ് ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. എനിവേ അങ്ങനെയാണ് നമുക്ക് ഇൻഷുറൻസ് കമ്പനി ഡെഫിയുടെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആൾക്കാരെങ്കിലും പറഞ്ഞാൽ അത് സേഫ് ഒന്നുമില്ല, സ്മാർട്ട് കോൺട്രാക്ട് എപ്പോഴാണ് ഹാക്ക് ചെയ്ത് പോവാ, അപ്പൊ തന്നെ പറഞ്ഞു നമുക്ക് ഇൻഷുറൻസ് എടുത്താൽ പോരെ, ഡെഫിയുടെ അകത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ ഇൻഷുറൻസിന് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറയാനുണ്ട്. അപ്പോൾ വലിയതായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോയത് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യം, ഇപ്പൊ ഞാൻ പറഞ്ഞു ഫാമേഴ്സ് ഇൻഷുറൻസ് എടുക്കുന്നു. സോ ഇൻഷുറൻസ് കമ്പനിക്ക് പകരം ഈ ഫാമേഴ്സ് സ്മാർട്ട് കോൺട്രാക്റ്റിൽ ഇൻഷുറൻസ് എടുത്താൽ എന്ത് സംഭവിക്കും? ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിൽ ഒരുപാട് ഫണ്ട് ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ് ഇൻഷുറൻസ് കമ്പനിന് പകരമുള്ളത്. എന്നിട്ട് ആ സ്മാർട്ട് കോൺട്രാക്ടിനോട് പറയാണ് ഇന്ന സ്ഥലത്ത് ഇന്ന വെതർ വന്നാല് ഇന്ന അഡ്രസ്സിലോട്ട് ഫണ്ട് അയക്കാം എന്ന് പറഞ്ഞാലും അത് നടക്കും. അതായത് നോർമലി ഉള്ള നമ്മള് ലോക്കൽ ആയിട്ടുള്ള ഈ നാട്ടിലുള്ള കാര്യങ്ങൾ, അതായത് നമുക്കറിയാം ചെയിൻ ലിങ്ക് വഴി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് നമുക്ക് ബ്ലോക്ക് ചെയിൻ്റെ അകത്തേക്ക് ഡാറ്റാസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ്, ഡാറ്റ മാനിപ്പുലേഷൻ നടക്കാൻ പറ്റില്ല, ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു കേസിൽ ഡാറ്റയുടെ ആൾക്കാർക്ക് ഫാമേഴ്സിന് തോപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇച്ചിരി ഇഷ്യൂ ഉള്ള സംഭവം, അങ്ങനെ പെട്ടെന്ന് തോപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഡാറ്റ മാനേജ്മെന്റ് അങ്ങനെ ചെയ്തിട്ട് ഈ സ്മാർട്ട് കോൺട്രാക്ടിൽ നിന്ന് അഥവാ അന്ന് രാത്രി മഴ വന്നാല് അന്ന് രാത്രി തന്നെ ഈ ഫാമേഴ്സിന് ഫണ്ട് കിട്ടും. ഫാമേഴ്സിന് പിറ്റേ ദിവസം പോയിട്ട് ഫയലിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, സ്മാർട്ട് കോൺട്രാക്ട് ഡയറക്റ്റ് ഈ സംഭവം കിട്ടും അവർക്ക് വാലറ്റ് അഡ്രസ്സിലോട്ട്. അവർക്ക് അപ്പൊ തന്നെ ഇത് കിട്ടും, അവർ അപ്പൊ തന്നെ ഹാപ്പി ആവും. അല്ലാണ്ട് നമ്മൾ നോർമലി ട്രഡീഷണൽ ഫൈനാൻസ് എങ്കിൽ പേപ്പർ വെക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ക്രോപ്പ് നശിപ്പിക്കണം, ചിലപ്പോൾ ഫോട്ടോ എടുക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ ഡെഫിയുടെ അകത്ത് അങ്ങനെയൊന്നുമില്ല, കാരണം ഇവിടെ സെൻട്രലൈസേഷൻ ഇല്ല, ആരും കാല് പിടിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് സ്മാർട്ട് കോൺട്രാക്ടെല്ലാം തരുന്നു. സ്മാർട്ട് കോൺട്രാക്ടിനെ കാല് പിടിക്കാനില്ല, കാരണം സ്മാർട്ട് കോൺട്രാക്ടിനെ കാല് പിടിച്ചിട്ടും കാര്യമില്ല, അത് കോഡ് വർക്ക് ചെയ്ത പോലെ ചെയ്യത്തുള്ളൂ. എനിവേ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആൾക്കാർക്ക് നിങ്ങൾക്ക് തരാതിരിക്കാനോ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല എന്ന് പറയാനോ അങ്ങനെയൊന്നും പറ്റില്ല, നിങ്ങൾക്ക് തരില്ല എന്നും പറയാനോ അങ്ങനെയൊന്നും പറ്റില്ല. ഡയറക്റ്റ് ഉള്ള കാര്യങ്ങൾ നടക്കും. ഇതാണ് മെയിൻലി നമ്മൾ ഡെഫിയുടെ അകത്ത് ഇൻഷുറൻസ് കേസ് കൊണ്ടുവന്ന നടക്കുന്നത്. മെയിൻലി നമുക്ക് ഒന്നാമത് കാര്യം, നമ്മൾ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് കോൺട്രാക്ടിനെ ഈസി ആയിട്ട് ഇതുപോലെ ഇത് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കേസ് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് നമുക്കൊരു മിഡിൽ മാനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്മാർട്ട് കോൺട്രാക്ടുമായിട്ട് റീപ്ലേസ് ചെയ്യാം. 9ാമത്തെ കീ കാറ്റഗറിയാണ് ഗവർണൻസ് പറയുന്നത്. ഗവർണൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു സെൻട്രലൈസേഷൻ റൂൾ ചെയ്യാൻ ഗവർണൻസ് ചെയ്യാം, അങ്ങനെ ഒരു കേസ് പറഞ്ഞാൽ മതി. അപ്പൊ എന്താണ് മനസ്സിലായില്ലേ? അപ്പൊ ഗവർണൻസിന്റെ കേസിൽ നമ്മുടെ ക്രിപ്റ്റോയുടെ അകത്താണെങ്കിൽ അല്ലെങ്കിൽ ഡെഫിയുടെ അകത്താണെങ്കിൽ ഡാവോസ് അതുപോലത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഒരു 10 പേര് വന്നിട്ട് ആ ഒരു പ്രൊജക്ടിനെ റൂൾ ചെയ്യുന്ന പകരം അതിലുള്ള ആൾക്കാർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ടോക്കൺ വെച്ചിട്ട് വോട്ട് ചെയ്യുക, അതുപോലത്തെ കാര്യങ്ങൾ. അപ്പൊ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം, കാരണം ആർക്ക് വേണമെങ്കിലും ടോക്കൺ ബൈ ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റും. ഗവർണൻസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനില്ല, കാരണം ഗവർണൻസിന്റെ കേസിൽ ഇപ്പം അഡ്വാൻറ്റേജ് ഉണ്ട്, പക്ഷെ ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ഈ ടോക്കൻസ് ആർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫണ്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ടോക്കൺ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ടോക്കൺ കിട്ടിയാലോ ഒരുപാട് വോട്ടിംഗ് പവർ കിട്ടും. അപ്പൊ അത് സെൻട്രലൈസേഷന്റെ അടുത്തോളം എത്തി. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഒരു കോമ്പറ്റീഷൻ കൂടി വരും. അത് ചിലപ്പോൾ ടോക്കന്റെ പ്രൈസ് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. എനിവേ അങ്ങനെ ഒരുപാട് കേസുകൾ ഞാൻ പറഞ്ഞു. പിന്നെ ഡിസ്അഡ്വാൻറ്റേജസ് ഒരുപാടുണ്ട്, പക്ഷെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ 10 പേരുടെ ബുദ്ധിയിൽ വരുന്ന കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് പകരം ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഒരുപാട് അഭിപ്രായം പറയുമ്പോൾ നല്ല അഭിപ്രായം ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പൊട്ട അഭിപ്രായം ആൾക്കാർക്ക് ചൂണ്ടി കാണിച്ചിട്ട് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കുന്നു പറയും. പക്ഷെ നല്ല അഭിപ്രായം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാന്ന് പറയും. സോ ഒരു മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ്, ഒരു ടീം ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും.
ഇതിനകത്തുള്ള ആൾക്കാർക്ക് ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിനുള്ള ആൾക്കാർക്ക് അത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഒരു ഇതുണ്ടാവും, ത്രില്ലുണ്ടാവും, ഭയങ്കര കമ്മ്യൂണിറ്റിയാണ്, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവല്ലോ. അപ്പൊ ഇതൊക്കെ അതുപോലെ തന്നെ ഇതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിക്ക് അറിയാനും പറ്റും. ഇവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. അത് വോട്ടിംഗ് പ്രൊപ്പോസലിൽ വരും. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും അതങ്ങനെ ചെയ്യുന്നുണ്ട്, അത് ചെയ്താൽ നല്ലതല്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ നോ അടിക്കും, വോട്ടിംഗ് പവർ വെച്ച് നോ അടിക്കും. അങ്ങനത്തെ കേസൊക്കെ വരാം. പക്ഷെ ലൂനയുടെ കേസിൽ ഞാൻ പറഞ്ഞു ആദ്യത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, ഒരുപാട് ടോക്കൺ ഉണ്ടെങ്കിൽ ഒരുപാട് വോട്ടിംഗ് പവർ ഉണ്ടാവും. ലൂന ടോക്കൺ 2.0 എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് എതിർപ്പുണ്ടായിരുന്നു. ലൂന സെക്കൻഡ് ടോക്കൺ ഇറക്കി ആദ്യത്തെ ടോക്കൺ വെറുതെ വേസ്റ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ആദ്യത്തെ ടോക്കൺ വോട്ടിംഗ് പവറുള്ള, അതായത് ആദ്യം LFG എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ, ലൂന ഫൗണ്ടേഷൻ കാർഡ്. ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ഒരുപാട് ലൂന ടോക്കൺ ഒരു വാലറ്റിനെ ഫണ്ട് ചെയ്തായിരുന്നു അവർ മുമ്പ് ആദ്യം. ആ വാലറ്റ് അനക്കിയിട്ടില്ല ആ ഫണ്ട് അവിടെ നിന്ന്. അത് നമുക്കറിയാം, ഒരു നോർമലി പേഴ്സൺ ലൂന വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ എന്തായാലും അത് വെച്ച് ലോൺ എടുത്തിട്ട് USD പോലത്തെ അല്ലെങ്കിൽ ലോൺ ലൂന മാറ്റിയിട്ട് എന്തേ പറ്റൂ, സ്റ്റേബിൾ ടോക്കനകത്ത് ഏർഡ് ചെയ്യായിരുന്നു. കാരണം ആങ്കർ 20% ആണ് എന്താണ് ഇൻട്രസ്റ്റ് കൊടുത്തോണ്ടിരുന്നത്, വെറുതെ അല്ല. അപ്പൊ എന്തായാലും വെറുതെ ലൂന ഹോൾഡ് ചെയ്തില്ലായിരുന്നു, അത്ര ലൂന ആ വാലറ്റിനകത്ത് ഉണ്ടാവും. അപ്പൊ വാലറ്റ് അഡ്രസ് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ലൂന ആ സമയത്തൊന്നും അത് അനക്കിയില്ല. പക്ഷെ ലൂന 2.0 എന്നുള്ള പ്രൊപ്പോസൽ ഇട്ട സമയത്ത് ഇവൻ വന്നിട്ട് വോട്ടിംഗ് പവർ വെച്ചിട്ട് യെസ് അടിച്ചു. ആൻഡ് വോട്ടിംഗ് പവർ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് യെസ് അവന് കിട്ടി. കാരണം ഇവിടെ ഒരുപാട് ടോക്കൺസ് ഈ വാലറ്റിനകത്തുണ്ട്, ഒരുപാട് യെസ് അവന് കിട്ടി. സോ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എന്താ പറയാ, ലൂനയുടെ പ്രൈസ് അങ്ങനെ ഒരുപാട് ഹൈ ഉണ്ടായിരുന്ന സമയത്തുള്ള ആ ഒരു വെച്ചിട്ടാണ് നോക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് ഈ എന്താണ് അതിന്റെ ഫൗണ്ടറിന് ഭയങ്കര അഡ്വാൻറ്റേജ് ആയി. ഈ ഫൗണ്ടറിന് തന്നെയാണ് ഈ അഡ്രസ് എന്നൊക്കെ പറയുന്നത്. കാരണം അത് ഫസ്റ്റ് ഈ ലൂന ഫൗണ്ടേഷൻ ഗാർഡ് ആയിരുന്നു അതിന് വാലിനകത്ത് ഫണ്ട് വന്നത്, അല്ലെങ്കിൽ ബൈനാൻസിനകത്ത് നിന്ന് ഇവ ബൈ ചെയ്ത് വന്നു എന്നറിയാം. ഇതിനകത്ത് ഫണ്ട് ചെയ്തത് ലൂന ഫൗണ്ടേഷൻ ഗാർഡ് ആയിരുന്നു. എല്ലാവർക്കും ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വാലറ്റ് അഡ്രസ്. അത് യെസ് കൊടുത്തു. ആ വോട്ടിംഗ് പവർ വെച്ചിട്ട് ഭയങ്കര മാറ്റമായിരുന്നു. ഭയങ്കര ആൾക്കാരെ എന്താണ്, ചില ആൾക്കാരെ എതിർത്തു. കാരണം വലിയ ആൾക്കാർക്ക് ഈ ക്രിപ്റ്റോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത സംഭവം ഒന്നും. ഇങ്ങനെ ലൂന 2.0 എന്നൊക്കെ ഒരുപാട് ആൾക്കാർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഒരുപാട് കമ്മ്യൂണിറ്റിന്റെ അകത്തേക്ക് എന്താ സംഭവം ഒന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവം എന്നൊന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നു. വലിയ എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നു. ഒരുപാട് കേരളത്തിന്റെ ആൾക്കാർ ലൂന $1 പോകുമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ $10 എന്ന് പറഞ്ഞിട്ട് $1 എന്നൊക്കെ വാങ്ങിയ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു വാങ്ങരുത്. എനിവേ, ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല, ബട്ട് ഇതൊക്കെയാണ് ഗവർണൻസിന്റെ മിസ്റ്റേക്ക്. ഗവർണൻസിൽ വരുന്ന സമയത്ത് നമുക്കറിയാം ഡെഫി ഇപ്പോൾ ഇൻവോൾവ് ചെയ്യാണ്. ഗവർണൻസ് എന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. ചിലപ്പോൾ ഭാവിയിൽ ഒരു വാലറ്റിന് ഒരു വോട്ടിംഗ് പവർ എന്നുള്ള റൂൾസ് ഒക്കെ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ വരാൻ ചാൻസസ് ഒരുപാടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഗവർണൻസിന് നല്ല നല്ല അപ്ഡേറ്റും വരുന്നുള്ള കേസ് വരാം. ഇതും നല്ലൊരു കാര്യം തന്നെയാണ്. ഭാവിയിൽ എന്താണ് ഒരു സംഭവം ആദ്യമായിട്ട് എന്താണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് വന്നാൽ പിന്നെ അതിനകത്ത് അപ്ഗ്രേഡും വരാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. അത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇമ്പ്രൂവ്മെന്റ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ ഇത്ര കാര്യങ്ങൾ പഠിക്കുമ്പോൾ 9 കീ കാറ്റഗറീസ് പഠിച്ച സമയത്ത് തന്നെ നമ്മൾ 3 വീഡിയോ എടുത്തോട്ടോ 9 കീ കാറ്റഗറീസ് പഠിക്കാൻ. എന്നാലും 9 കീ കാറ്റഗറീസ് പഠിച്ച സമയത്ത് ഡെഫി എന്തിലൊക്കെ പോകുന്നുണ്ട്, ഏതിലൊക്കെ പോകുന്നുണ്ട്. ഡെഫി എന്ന് പറയുന്നത് എന്താണ് നോർമൽ ഡെഫി ടോക്കൺ മാത്രമല്ല, മറിച്ച് ഡെറിവേറ്റീവ് ഗോൾഡ് വാങ്ങാൻ പറ്റും, ടെസ്ല സ്റ്റോക്സ് വാങ്ങാൻ പറ്റും, ലോങ് ചെയ്യാൻ പറ്റും, ലിക്വിഡിറ്റി ബേക്കർ ആവാൻ പറ്റും, അതുപോലെ തന്നെ ലോങ് ഷോർട്ട് ചെയ്യാൻ പറ്റും, ലെൻഡർ ആവാൻ പറ്റും, ബോറോവർ ആവാൻ പറ്റും, ലോട്ടറി എടുക്കാൻ പറ്റും, എന്താണ് ഇൻഷുറൻസ് ഉണ്ട്. ഇപ്പൊ എല്ലാ കേസിനും മനസ്സിലായില്ലേ എന്ന് പറയുന്നത് ചെറിയ ചില്ലറ കാര്യമല്ലേ ഡെഫി കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ ആരെങ്കിലും ഡെഫി എന്ന് പറയുമ്പോൾ അത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ മാറ്റി പറയാൻ പറ്റും. നിങ്ങൾക്കിപ്പോ പറ്റുമല്ലോ എല്ലാവർക്കും, ഉറപ്പല്ലേ? പിന്നെ ആരെങ്കിലും ഡെഫി എന്ന് പറയുമ്പോൾ അത് ആ 4 ടോക്കൺ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായി നിങ്ങൾ പറയണത്. നിങ്ങൾക്ക് ഒന്നും അറിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആക്കി കൊടുക്കണം. എഡ്യൂക്കേറ്റഡ് ആക്കി കൊടുക്കുമ്പോൾ ആയിരിക്കും നമ്മൾ നല്ലൊരു ഭാവി തലമുറ കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക എല്ലാവർക്കും. മാക്സിമം ഈ കാറ്റഗറീസ് ഒക്കെ ഈ പ്ലേലിസ്റ്റ് മൊത്തം ഷെയർ ചെയ്ത് സപ്പോർട്ട് കിട്ടും തന്നെയാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കിലൂടെയോ അല്ലെങ്കിൽ കമന്റിലൂടെയോ നിങ്ങൾ അറിയിക്കുക. ലൈക്കിലേക്കാൾ കൂടുതൽ കമന്റ്, എന്നാലും ലൈക്കിലെ അറിയിച്ചോ. കാരണം ഈ വീഡിയോ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ആൻഡ് കമന്റ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്രിപ്ഷനകത്ത് വാട്സപ്പിന്റെ ലിങ്ക് ഉണ്ട്, അറിയാലോ. അതുപോലെ തന്നെ അത് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് കിട്ടും തന്നെയാണ് പ്രതീക്ഷ. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ നോക്കുക. ആൻഡ് ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.